നമസ്കാരം. ആഹ് മോദി ഭരണത്തിൽ കയറുമ്പോൾ 2014 പറഞ്ഞത് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇത് മാത്രമല്ല, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും മോഡൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിലടക്കം ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. BJP അടക്കം പറയാം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നോർത്ത് ഇന്ത്യയിൽ ചെയ്ത പോലത്തെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നുള്ള വലിയ തരത്തിലുള്ള ക്യാമ്പയിനിങ് BJP എക്കാലത്തും, അതിപ്പം മോദി 2014 ഭരണത്തിൽ കയറിയതുപോലെ ഗുജറാത്ത് മോഡൽ എന്നുള്ള ഒരു സാധനം മുമ്പോട്ട് വെച്ചിട്ടാണ്. അതേ നോർത്ത് ഇന്ത്യയിൽ പെട്ട ഒരു സംസ്ഥാനമാണ് UP. ആ UPയിലെ ലക്നൌവിൽ ഒരു കൊലപാതകം നടക്കുന്നു. രണ്ട് കുട്ടികളുടെ, ഒരു ലീല ഷീല എന്ന് പറഞ്ഞ രണ്ട് പെൺകുച്ചികൾ, 19ഉം 20ഉം പ്രായമുള്ള രണ്ട് കുട്ടികൾ. ആ കുട്ടികൾ പ്രേമിച്ചു എന്നതിൻ്റെ പേരിൽ അച്ഛൻ മക്കളെ വിട്ടിട്ട്, സ്വന്തം മക്കളെ വിട്ടിട്ട് അതേ മക്കളെ ഉപയോഗിച്ച് എന്താ പറയുക, ഈ പെങ്ങന്മാരെ കൊല്ലുന്നു. അല്ലെങ്കിൽ ഇതേ കൊലപാതകികളുടെ സ്വന്തം അനിയത്തിമാരാണിത്. അവരെ അതിക്രൂരമായി, ചേച്ചിമാരെ, അപ്പം പെങ്ങന്മാരെ, അപ്പം ഇവരെ കൊല്ലുമ്പം എന്ത് ഐഡിയോളജിയാണ് ഈ BJP പ്രണയത്തിന്റെ പേരിൽ ഇത്തരത്തിൽ മക്കളെ എന്താ പറയാ നരബലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇല്ലാക്കൊല ചെയ്യുന്ന, കൂട്ടക്കൊലക്ക് ഉത്തരവാദിയായ ഇത്തരത്തിലുള്ള ഐഡിയോളജി ഇപ്പോഴിപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ബീഹാറിലൊക്കെ ഒരു സ്റ്റേറ്റിൽ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടത് അവിടെ ഒരു കിണറുണ്ട്. അത് പഞ്ചായത്ത് കിണറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഉപയോഗിക്കുന്ന ആ പഞ്ചായത്ത്, അവിടെ ഈ പറഞ്ഞ പോലെ യാദവ്, കുമാർ, ദാംഗെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ജാതി ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ യാദവ് എന്ന് പറഞ്ഞ വിഭാഗത്തെക്കാർ എപ്പോഴും പറയാറുള്ളത് ചാണകം കോരാൻ ജനിക്കപ്പെട്ടവരാണ് അവരത് മാത്രം കോരിയാൽ മതി എന്നുള്ളത് പറയുന്ന BJP-ക്കാരാണ് അവർ. അപ്പം അത്തരത്തിൽ ആ പഞ്ചായത്തിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുക്കാനടക്കം ഈ ഉള്ളവർക്ക് യോഗ്യതയില്ല. അപ്പൊ അവർക്ക് ഇത് വെള്ളം എടുക്കണമെങ്കിൽ കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്ങാണ്ട് തൊട്ടപ്പുറത്തെ കിണറിന്ന് എടുത്തിട്ട് വരണം. അപ്പൊ ഇതുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ അവർ ഈ പറഞ്ഞ പോലെ പശുമൂത്രം കൊണ്ട് ഇത് വൃത്തിയാക്കുന്ന രീതിയൊക്കെ അവിടെ സ്റ്റിൽ ഞാൻ വരുന്നവരെ, അതായത് ഇപ്പോൾ ഒരു 6 മാസം വരെ അത് സാധനമുണ്ട്. പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഇത്തരത്തിലാണ് നോർത്ത് ഇന്ത്യയുടെ പല അവസ്ഥകൾ. അപ്പം ഇതെല്ലാം കൂടി ആലോചിച്ച് വരുമ്പോൾ നമുക്ക് കേരളത്തിന് എന്താണ് ശരിക്ക് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ എന്താണ് നമ്മൾ പഠിക്കാനുള്ളതും എന്താണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതും? ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കൊലപാതകം എന്ന് പറഞ്ഞാൽ ശരിയായില്ല, അതിന് വേറെ വാക്കുകളുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് സ്വന്തം അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വളരെ വിചിത്രമായ പേരിൽ അത്ഭുതകരമായ പേരാണ്. ആ പേരുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാമപ്രസാദ് മല്ലയ്യ എന്നായുടെ പേര്. 55-60 വയസ്സേക്കുള്ളൂ. ശ്രീരാമൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത്. ആ ശ്രീരാമൻ്റെ പേരിട്ട ഒരാളാണ് പോയി എവിടെ ചെയ്യുന്നത്, ഈ രണ്ട് സ്വന്തം മക്കളെ, മുതിർന്ന മക്കളെ കൊല്ലുന്നത്. കൊല്ലാൻ അയാൾ ഭയങ്കര അതിബുദ്ധി കാണിച്ചു. അതിബുദ്ധി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത 2 ആൺമക്കളുണ്ടായിരുന്നു. ഈ ചേച്ചിമാരെ കൊല്ലാനായിട്ട്, സ്വന്തം സഹോദരിമാരെ കൊല്ലാനായിട്ട് ഇയാൾ ആയുധമാക്കിയത് ഈ പ്രായപൂർത്തിയാകാത്ത ആയുധമാക്കി. അപ്പോൾ കേസ് വരുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ കേസ് വന്നാൽ ഇവർ ഈ പ്രായപൂർത്തിയായി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഇയാൾ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ 2 കാര്യം ഓണർ കില്ലിംഗ് എന്നാണ്. ഒന്നുകിൽ ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത, ഇയാളുടെ ജാതിക്ക് പറ്റാത്ത, സമുദായത്തിന് പറ്റാത്ത താഴ്ന്ന ജാതി, ഇയാളുടെ സമുദായത്തേക്കാൾ താഴ്ന്ന ജാതി, അതേതുമാണ്. രാജപുട്ടാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പോൾ താക്കൂർ എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യും. അവരുടെ താഴെയിട്ട് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ലെയറാണ്. ഇവരെ ഇപ്പോൾ ഈ രാമപ്രസാദിൻ്റെ താഴെയുള്ള ഏതോ ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ഈ പെൺകുട്ടികൾക്ക് ബന്ധമുണ്ടായിരുന്നെന്നും ഇയാൾ വിലക്കയിട്ടും ഇവർ അത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന വാർത്ത. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നൊരു വാർത്ത, ഈ മോഡി പറയുന്ന ഇതിൽ നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഹിന്ദി ഹാർട്ട് ലാൻഡ് എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിനെ മെയിനായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ പാർലമെന്റിലേക്കും മെമ്പർമാരെ, രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും മെമ്പർമാരെ സപ്ലൈ ചെയ്യുന്ന രാജ്യവും UP തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അല്ല അതിന്റെ താക്കോല് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ ഭരണമാണ്. UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം, പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം. അപ്പോൾ അതിന് മാത്രമല്ല, സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനായി യോഗി സമാനമായ ഒരാളാണ് അവിടെ ഭരിക്കുന്നത്. യാതൊരു എല്ലാം ഉപേക്ഷിച്ച് നല്ലത് മാത്രം ചെയ്യാൻ വരുന്ന യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഇവർ 2 പേരും ഭരിക്കുന്ന സമയത്ത് സ്വന്തം സംസ്ഥാനത്ത് ലക്നൗ, പ്രധാനപ്പെട്ട സ്ഥലം, ക്യാപിറ്റൽ ലക്നൗ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ പഴയകാല പ്രതാപമുള്ള സ്ഥലമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബവും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു മോഡിയുടെ റിയാക്ഷൻ അറിയണം. മോഡി ഇന്നലെ തന്നെ വരണം, ചാനലിൽ വരണം, അല്ല അവിടെ പോകണം. എന്ത് സംഭവിച്ചു? കൊല്ലപ്പെട്ട ഹിന്ദുക്കളല്ലേ. ഇത് ഏതെങ്കിലും മുസ്ലിമായി ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശ് കത്തും, ഇല്ലേ? തിരിച്ചാലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെ ജാതിയും വർഗീയതയും പറയുന്നവർക്ക് ഹിന്ദു സമുദായത്തിൻ്റെ പ്രൊട്ടക്ഷൻ RSS കൊടുത്തില്ലെങ്കിലും ഉണ്ടായിരുന്ന കൊലപാതകം നടക്കുകയില്ല.
അവർക്ക് ഇതല്ല താല്പര്യം. ഇത്തരം സമൂഹങ്ങളിൽ പരിഷ്കരണം വരുത്താതെ ഇത്തരം അനീതികൾ, സ്വന്തം സമുദായത്തിലുള്ള അനീതികളെ ചെറുക്കാനുള്ള തൻ്റെ ഇടയില്ലെങ്കിൽ വേറെ എന്നെ ലോകത്ത് എന്ത് നന്നാക്കാനാണ് പോകുന്നത്? ഉത്തർപ്രദേശിലെ അല്ലെ ലക്നൌവിലെ ഈ രണ്ട് പെൺകുട്ടികളുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? ചൈനയുടെ ആക്രമണത്തെ ചെറിയ കാര്യം. സ്വന്തം നാട്ടിൽ സ്വന്തം ഗ്രാമത്തിൽ തങ്ങളുടെ വിരൽത്തുമ്പിൽ എല്ലാ അറിവുകളും കിട്ടുക. അവളെ ഭരിക്കുന്നതാരാ? യോഗി ആദിത്യനാഥാണ്. അതിനേക്കാൾ മോഡിയേക്കാളും ഇതിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളതാണ് ഹൈന്ദവ കൾച്ചറാണോ ഇത്? ഇവിടെയാണ് ഹോണർ കില്ലിംഗ് ഉണ്ടായിരിക്കുന്നത്, കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ രാമപ്രസാദ് എന്ന് പറയുന്ന ആരാ നമുക്ക് ജാതിയൊന്നും അവർക്ക് നാളെ പുറത്തു വരും. അങ്ങനെ ഏത് ജാതിയും അതാന്ന് നമുക്കറിയില്ല. പക്ഷെ മറിച്ച് പശുവിനെ ഒരുത്തം കൊന്നു കഴിഞ്ഞാൽ ഇവരപ്പോഴെ തല്ലിക്കൊല്ലാൻ പോകും. പിന്നെ തല്ലിക്കൊല്ലാൻ പോകത്തില്ല. ആരെങ്കിലും വിശന്ന് അല്ലെങ്കിൽ കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി 10 രൂപ കൂടുതൽ കിട്ടാൻ വേണ്ടി കശാപ്പിന് ഒരു പശുവിനെ കൊടുത്താൽ അവനെ തല്ലിക്കൊല്ലും. കാരണം പശു ദൈവമാണ്, അതിനെ ആരാധിക്കണം. അത് പറയുന്നവർക്ക് എന്തുകൊണ്ട് സ്വന്തം സമൂഹത്തിലെ 2 കൊച്ചു പയ്യന്മാരെ, 10-12 വയസ്സുള്ള പയ്യന്മാരെ സ്വന്തം സഹോദരിമാരെ തല്ലിക്കൊള്ളുന്നതിനെ പറ്റി ഒരു പ്രതിഷേധമില്ലാത്ത വലിയൊരു ചോദ്യം. പശു ദൈവമാണെങ്കിൽ സ്വന്തം മക്കൾ ആരാണ് എന്നുള്ളത്. അപ്പൊ ഇത് ആലോചിച്ച് നോക്ക്. പശുവിന്റെ വില പോലും സ്വന്തം മക്കൾക്കില്ല. ആ പശുവിന്റെ വില പോലും സ്വന്തം മക്കൾക്കില്ലെന്ന് പറയുമ്പോൾ ഇത് രാമന്റെ കെയർ ഓഫിൽ പറയുന്നില്ല. എനിക്ക് പരാതിയുള്ളൂ. ഏറ്റവും വലിയ ശ്രീരാമ ക്ഷേത്രം പണിതു മോഡി തന്നെയാ പോയി അത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം എന്നെ പുനഃപ്രതിഷ്ഠ കർമ്മം നടത്തിയത് മോഡിയാണ്. ശ്രീരാമന്റെ പ്രതിമ പണിത നാട്ടിൽ, ശ്രീരാമന്റെ അത്രയും വലിയ പ്രതിമ, ആയിരക്കണക്കിന് ആൾക്കാർ കുംഭമേളയ്ക്ക് ഉൾപ്പെടെയുള്ള വരുന്ന നാട്ടിൽ, ഉത്തർപ്രദേശിൽ ഇങ്ങനൊരു സംഭവം നടക്കാമെങ്കിൽ അത് ഹൈന്ദവ സംസ്കാരത്തിന്റെ മേലുള്ള ഏറ്റവും വലിയ കളങ്കമാണ്. ഉത്തർപ്രദേശിലെ ഒരു ഹൈന്ദവ സംഘടന ഇനി ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞ് പറയരുത്. ആ കളങ്കത്തെ തിരുത്താനാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന് ഉത്തരവാദിത്തമാണ്. അതിൽ ഒരു മഹർഷി അല്ലെങ്കിൽ ഋഷിവര്യനാകാൻ നോക്കുന്ന ആളാണ്. അയാൾ ചെയ്യുമോ? അയാളുടെ ഒന്നല്ലേ സംഭവം, ഞാനിത് പറയുന്നത് സന്യാസിയാണ് അദ്ദേഹം. ഒന്നല്ലേ സംഭവം, പല പ്രാവശ്യം ഉത്തർപ്രദേശിൽ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഹിന്ദു സമുദായങ്ങളൊന്നും കലാപമില്ല. അവിടെ അതുണ്ട്. ജാട്ടും യാദവും തമ്മിലുണ്ട്, ജാട്ടും രജവും താക്കൂർമാരും തമ്മിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ തർക്കങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ ലോക മതമാണ് നമ്മുടെ ഏറ്റവും വലിയ സംസ്കാരമാണ്. സനാതന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇങ്ങനെ കൊല്ലുന്നതാണോ സനാതന ധർമ്മം? പറയട്ടെ, ഇത് നിഷേധിക്കട്ടെന്നെങ്കിൽ ഇത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഇവരെ രാംസിംഗിനെയും ഹൈന്ദവ സംസ്കാരത്തിന് പുറത്താക്കട്ടെ, ഹൈന്ദവ മതത്തിൽ നിന്ന്. അതിൻ്റെ അതല്ലേ ആദ്യം ചെയ്യണ്ടേ? അതിനല്ലേ പോലീസ് ക്രിമിനൽ കേസ് നടപടിയൊക്കെ എടുക്കും, ചിലപ്പോൾ ശിക്ഷിച്ചിട്ടും വരും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു ടെൻഡൻസി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ആചാരത്തെ ലംഘിക്കുന്നവനെ കൊല്ലുക. ഇത് തന്നെ ഇസ്ലാമും പറയുന്നു, ഇത് തന്നെ ക്രിസ്ത്യാനിയും പറയുന്നു. ബൈബിള് അല്ലെ ശുദ്ധീകരിച്ച് അല്ലെ ഖുറാൻ വികൃതമാക്കി അതിൻ്റെ പേര് കലാപം നടക്കും, കൊലപാതകം നടക്കും. അപ്പോൾ ഈ പല മതങ്ങളും യാഥാസ്ഥിതിക സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ ഹിന്ദുമതം അതിന് വ്യത്യാസമായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് 16-ാം നൂറ്റാണ്ടല്ല, 10-ാം നൂറ്റാണ്ടോ 8-ാം നൂറ്റാണ്ടോ 6-ാം നൂറ്റാണ്ടിലേക്കുള്ള ആചാരങ്ങളിലേക്ക് ഹിന്ദുമതത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരുപറ്റം മനുഷ്യരുണ്ട്. അവരാണ് ഈ ഓണർ കില്ലിങ്ങിന്റെ കാര്യം പറയുന്നത്. ഞാൻ അടുത്ത സതിയെപ്പറ്റി പറയും. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചാടിക്കോളാൻ പറയും, ഇല്ല തള്ളി തീയിലേക്കിടും. നിന്ന് പോയാൽ അവിടെ അത് ഇത്തരം കാര്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമം നടക്കും. പാദപൂജ, ബ്രാഹ്മണരുടെ പാദപൂജയൊക്കെ വലിയ ചടങ്ങായിട്ട് വരും. പശുവിനെ പൂജിക്കണം. ഇപ്പോഴും ഉണ്ട് ഉത്തരേന്ത്യയിൽ പശുവിനെ തൊട്ട് തൊഴും. വഴിക്കൂടെ പശുവിനെ തൊട്ട് തൊഴുക അത് തെറ്റല്ല. അവർക്ക് വിശ്വാസപ്രകാരം പാവം പിടിച്ചൊരു മൃഗമാണ് പശു, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് വിശക്കുന്ന നിർത്താൻ പശുവിൻ്റെ അടുത്ത് നിന്നാൽ തെറ്റാകുന്നെങ്ങനെ? അതുകൂടെ കാണും. മനുഷ്യനാണ് വലുതെന്നും മനുഷ്യൻ്റെ സംസ്കാരമാണ് വലുതെന്നും മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ നന്മയാണ് ഈ പശുക്കളോട് അങ്ങനെ നടക്കുന്നതെന്നും മനുഷ്യൻ്റെ ഔന്നത്യം കൊണ്ടാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ആ മൃഗങ്ങളെക്കാൾ പ്രാധാന്യം മനുഷ്യനെ കൊടുക്കാൻ ഉള്ളൊരു സമൂഹം ഉണ്ടായി വരണം. ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് വേറൊരു സ്റ്റേറ്റില്ല, അത് യു പിക്കാരാണ്. അത് മാത്രമല്ല അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് പല BJP നേതാക്കന്മാരും. അല്ലാതെ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന പരിപാടി. അതെ. അപ്പം ഇവർക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് മതം പറഞ്ഞങ്ങാണ്ട് ആൾക്കാരെ ഇളക്കി വിട്ട് വോട്ടുണ്ടാക്കുന്നു, മറുവശത്ത് ഈ മതത്തെ ബലിയാടാക്കുന്ന അതേ ജീവിയെ വെച്ചിങ്ങാണ്ട് വിറ്റ് അറുത്ത് ബലി കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നു. പൈസ അല്ലെങ്കിൽ ഭരണത്തിൽ ഉണ്ടാകുന്ന പവർ എന്നുള്ളതിനപ്പുറം ഇവർക്ക് ഈ ജാതിയോ മതമോ അല്ലെങ്കിൽ മതത്തോടുള്ള സ്നേഹമൊന്നും ഇല്ല എന്നുള്ളതിനുള്ള ഒരു പ്രത്യക്ഷമായ തെളിവ് തന്നെയാണത്. അല്ല, അത്തരം ഇവർക്ക് ഹിന്ദു മതത്തോട് സ്നേഹമുണ്ടോ? ശ്രീരാമനോട് ഇവർക്ക് സ്നേഹമുണ്ടോ? ശ്രീരാമൻ ധർമ്മം കാക്കാൻ ജനിച്ചാനോ? ശ്രീരാമന്റെ വീട്ടിലോ തല വിട്ട് ദൂരെ കളഞ്ഞനെ.
ഇത് പറയുന്നവനെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓണർ കില്ലിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ആർക്കും അവകാശം? അങ്ങനെ കൊലപാതകം ഉണ്ടോ? ഓണർ കില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു വകുപ്പ് ഇവിടെ നമ്മുടെ പുതിയ ന്യായസമൂഹത്തിലുണ്ടോ? അഭിമാനം രക്ഷിക്കാൻ വേണ്ടി സ്വയം വലിക്കും, ചിലർ ചെയ്യും, ആത്മഹത്യ ചെയ്യും. വീഴത്തെമ്പോളൊക്കെ നേരെ കുത്തി മരിച്ചു. അങ്ങനെ രാജാക്കന്മാർ ഒത്തിരി പേരാണ് മരിച്ചവർ. ശത്രുവിന്റെ പക്ഷത്തെ പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഹിറ്റ്ലർ വെടിവെച്ച് മരിക്കരുത്. ഇതല്ല, ഇത് കൊച്ചു ആരെ കൊന്നെന്നൊക്കെ ഏത് പ്രായത്തിലുള്ള പിള്ളേരെ കൊണ്ട് ജീവിച്ചേക്കും നോക്ക്. ഇയാളെ ഹിന്ദുവാണോ? ഈ കൊന്നയാൾ ഹിന്ദുവാണോ? ഏതെങ്കിലും മതത്തെക്കുറിച്ച് ജാതിയെക്കുറിച്ച് പറയാനുള്ള എന്ത് അവകാശം ഇയാൾക്കുണ്ട്? ഒരു ജാതി ഒരു മതം സമ്മതിക്കാത്ത കാര്യം ചെയ്യുന്നല്ലേ. പിന്നെ അതാണ് രാംസിംഗ്. അപ്പൊ ഈ രാംസിംഗിനെ പോലുള്ളവരെ പോറ്റി വളർത്തുന്ന കൾച്ചർ അത് ബജരംഗികളായാലും ഹനുമാൻ സേനയായാലും എന്തായാലും മറ്റുള്ളവരെ കൊന്നിട്ട് തങ്ങളുടെ ധർമ്മം നടത്താൻ പോകുന്നതെങ്കിൽ ആ കൊല്ലേണ്ട ആൾക്കാരുണ്ട്, അതിനുള്ള തന്നേടം വേണം. അവരെ കൊല്ലുന്നില്ല, അവരൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പകരം ഇത് മറ്റുള്ളവരെ കൊല്ലുന്ന ഈ കൊച്ചു പിള്ളേരെ കൊന്നപ്പം ഇവിടെ ഞാൻ ടി പി ചന്ദ്രശേഖരനെ കൊന്ന മനസ്സും ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് ഈ ചേച്ചിമാരെ കൊല്ലിച്ച മനസ്സും ഒന്നു തന്നെയാണ്. ക്രൗര്യത്തിൻ്റെ, പൈശാചികയുടെ, നീച പ്രവർത്തികളുടെ ദുഷ്ട മനസ്സാണ് ഇതെല്ലാം ഇങ്ങനത്തെ സംഘത്തിനുണ്ടാകുന്നത്. ഇത് യാഥാസ്ഥിതിക കാഴ്ചപ്പാട് വളർത്തുന്ന സംഘടനകളുടെ പ്രത്യേകതയാണ്. അവരാണ് ഈ ഓണർ എന്ന് പറഞ്ഞ് നടക്കുന്നത്, നമ്മുടെ ജാതി മുഖത്തരവാണെന്ന് പഠിപ്പിക്കുന്നത്. അതാണ് തെറ്റ്. അത് ഇല്ലാതാകേണ്ട ഒരു കാലം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പക്ഷേ അത് ഇല്ലാതാക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. ഇത്ര സ്വാതന്ത്ര്യമുള്ള ജനത പറയില്ല. അവർ കുറെ കഴിയുമ്പോൾ ഇതെറിയും. ഈ ഇപ്പം നമ്മുടെ പാറ്റ എന്നൊക്കെ പറഞ്ഞ CJP എന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിൽ സംഭവങ്ങളുള്ള പ്രതിഷേധം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിക്കാൻ മടിക്കുമ്പോൾ CJP പോലുള്ള പ്രസ്ഥാനങ്ങൾ അവർ സക്സസ് ആണെന്നില്ല. നമ്മളെ ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇതാണെന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലും ഇങ്ങനത്തെ സംഘടനകൾക്ക് കഴിയും. അവർക്ക് ജയിക്കാൻ പറ്റണമെന്നില്ല. എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, അത്രമാത്രം.